തുടക്കത്തിൽ കാണിക്കുന്നത് അനിരുദ്ധ ബോന്ദിത്തോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. അവനെ ഒരുപാട് ചീത്ത പറഞ്ഞില്ല അവൾ. അപ്പോൾ അതുകൊണ്ട് അവളോട് മാപ്പ് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, മാപ്പൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ടല്ല നിങ്ങളിങ്ങനെ ചെയ്തത് വരാതിരുന്നത്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എനിക്കും ഇങ്ങനൊരു അവസ്ഥ വരികയാണ്, എൻ്റെ സമ്പൂർണ്ണ ചേച്ചിക്ക് ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണ്, അപ്പോൾ ഞാൻ ആളെ സഹായിക്കേണ്ട, അപ്പോൾ ഞാനായാലും അങ്ങനെ പോകും, അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ബോന്ദിത്ത അവനോട് പറയുന്നുണ്ട്. പിന്നെ അവർ ഓരോന്ന് സംസാരിച്ചിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അവൻ പറയുന്നുണ്ട്, നിന്നെ പഠിപ്പിക്കാനൊരു ടീച്ചർ എന്തായാലും നാളെ വരും എന്ന് പറഞ്ഞിട്ട് പറയാണ്, ആള് പഠിപ്പിക്കുമ്പോൾ നീ ഒരിക്കലും ഇനി പേടിക്കില്ല, നീ പഠിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ അവൾ ചിരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ സൗദാമിനി ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ പറയാണ്, നീ നന്നായിട്ട് ബുക്കൊക്കെ വായിച്ചിട്ട് ഇരിക്കുക, അപ്പം മെല്ലെ മെല്ലെ ഉറക്കമൊക്കെ വന്നോളൂ എന്ന് പറയുമ്പോൾ അവൾ പറയാണ്, ഞാനെന്താ ചെറിയ കുട്ടിയാണോ, എനിക്ക് നീ അടുത്തുണ്ടെങ്കിൽ ഉറക്കമൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ പറയണം, അത് വിട്, നീ ബോന്ദിതയുടെ പഠിപ്പൊക്കെ നല്ലപോലെ കൊണ്ടുപോകണം, അവളുടെ പഠിപ്പ് ഒരിക്കലും മുടങ്ങാൻ പാടില്ല എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. ശരിക്കും അപ്പോൾ അനിരുദ്ധിന് ശരിക്കും അവളോട് കുറച്ച് ഇമ്പ്രഷനൊക്കെ വരുന്നുണ്ട്. അവന് പറയാണ്, നീ എൻ്റെ കൂടെ ഉള്ള കാരണമാണ്, നീ എൻ്റെ ശക്തിയാണെന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. പിന്നെ ബട്ടൂക്കും ബോന്ദിത സംസാരിക്കാനും കാണിക്കുന്നുണ്ട്. ബട്ടൂക്ക് അവൾക്ക് സ്ലേറ്റിൽ ഇങ്ങനെ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ആ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് രാവിലെയാണ്. ഇപ്പോൾ സൗരഭിനെ കാണിക്കുന്നുണ്ട്. സൗരഭ് സമ്പൂർണ്ണ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളെ ഇങ്ങനെ അവൾ പ്രഗ്നൻ്റ് അല്ലാന്ന് ഇപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ പറയണ്ടായിരുന്നില്ലേ അവൾ, പക്ഷെ അവൾ പറഞ്ഞില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. പിന്നെ അവളുടെ അമ്മ വന്നിട്ട് പറഞ്ഞില്ലേ എന്തുകൊണ്ട് അവളോട് ഒരിക്കലും ഇത് തുറന്നു പറയാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ, സ്ത്രീധനം അല്ലെങ്കിൽ ഇവർ ചോദിച്ച് മേടിക്കുന്നു പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവൻ അറിയുന്നുണ്ട്, അവൻ്റെ രണ്ടാനമ്മ വഴി. അപ്പോൾ അതുകൊണ്ട് അവൻ നന്നായിട്ട് അവളെ ചീത്ത പറയുന്നുണ്ട്. പിന്നെ അനിരുദ്ധ് ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് ഓരോ മാഷുമാരനെ ഇങ്ങനെ നോക്കണമാണ് കാണിക്കുന്നത്. അപ്പോൾ അവരൊന്നും ബോന്ദിതേനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. കാരണം അവിടെ സ്ത്രീകൾക്ക് പഠിപ്പിക്കാനൊന്നും ആരും താല്പര്യപ്പെടുന്നില്ല, അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല, അതൊക്കെ വലിയ പാപമാണെന്നാണ് അവിടെയുള്ളവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആരും അതിനെ സമ്മതിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അനിരുദ്ധ് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാവും അവിടേക്കൊരു മയിൽപ്പീലി വന്നിട്ട് അവൻ്റെ മേത്തേക്ക് വീഴുക. അപ്പോൾ ഒരാളിനെ കാണിക്കുന്നുണ്ട്, ഒരു കൃഷ്ണൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് തലയിൽ മയിൽപ്പീലിയൊക്കെ വെച്ചിട്ട് ഒരാളെ കാണിക്കുന്നുണ്ട്. നമ്മൾ പറയില്ലേ ആൾ ദൈവം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനെ ഒരാളാണ്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, കൃഷ്ണ വിഗ്രഹം ആളോട് സംസാരിക്കുകയൊക്കെ ചെയ്യും, പിന്നെ ദൈവത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്ത ആളെന്നൊക്കെ പറഞ്ഞിട്ട് അനിരുദ്ധിൻ്റെ മൈൻഡ് മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ അനിരുദ്ധാണെങ്കിൽ ഇതിനൊന്നും തീരെ വിശ്വാസമില്ലാത്ത ആളാണ്. അവന് ശരിക്കും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ളതിലൊന്നും അവൻ തീരെ വിശ്വാസമില്ല. ഈ കൂടോത്രവും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിലും അവന് തീരെ വിശ്വാസമൊന്നുമില്ല. അങ്ങനെ ആളുടെ പേരെന്ന് പറയുന്നത്, ആ കൃഷ്ണൻ്റെ വേഷം കെട്ടിയ ആളില്ല, അപ്പോൾ ആളുടെ പേരെന്ന് പറയുന്നത് ബിജ്വാസി എന്നാണ്. അപ്പോൾ ആ ബിജ്വാസി പറയുന്നുണ്ട് അനിരുദ്ധിനോട്, നിങ്ങൾ ഒരിക്കൽ എൻ്റെ അടുത്തേക്ക് തന്നെ വരും, നോക്കിക്കോ എന്ന് പറയുമ്പോൾ ആ കാണാമല്ലോ എന്ന് അനിരുദ്ധും പറയുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധ് പറയുകയാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ സമയമൊന്നുമില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കണം, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കണം, അതെനിക്ക് നോക്കണം, എനിക്ക് ഇവിടെ നിന്നിട്ട് സമയം കളയാനൊന്നും നേരമില്ല എന്ന് പറഞ്ഞിട്ട് ആളെ പരിഹസിച്ചിട്ടാണ് അനിരുദ്ധ് അവിടെ നിന്ന് പോകുന്നത്. പിന്നെ അനിരുദ്ധിൻ്റെ വീട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ബിജ്വാസിനെ കുറിച്ചിട്ട് ബിഹാരി സോംനാഥിനോട് ബോന്ദിതയോടും ഇങ്ങനെ പറയുന്നുണ്ട്, ആളൊരു നല്ലൊരാളാണ്, ദൈവത്തിനോട് കൂടി ഏറ്റവും കൂടുതൽ അടുത്ത ആളാണ്, കൃഷ്ണൻ്റെ ഒക്കെ വിഗ്രഹത്തോട് ആൾ സംസാരിക്കുകയൊക്കെ ചെയ്യും, ആൾ പാലൊക്കെ ആ വിഗ്രഹത്തിന് കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് പൊക്കിയിട്ട് ആളിനങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭക്തരുടെ ആൾ സാധിച്ചു കൊടുക്കും, ഭക്തരുടെ എന്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം ആ വിഗ്രഹം കൊടുക്കും എന്നൊക്കെ ബോന്ദിതയ്ക്കും സോംനാഥിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ബോന്ദിത ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്, സോംനാഥ് ആണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കുന്നില്ല, കാരണം അവന് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ. അപ്പോൾ എന്ത് പൊട്ടത്തര ബിഹാരി പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എണീച്ചിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ബോന്ദിത ആണെങ്കിൽ ഇതൊക്കെ വിശ്വസിച്ചിട്ട് ഓരോ ചോദ്യങ്ങൾ ബിഹാരിയോട് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ത്രിലോചനും ബോന്ദിതേനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ ഓരോ പണിയുടെ കാര്യമൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇന്ന് എന്തായാലും ഒരു ടീച്ചർ വരുമല്ലോ, ആരാണോ വരാൻ പോകുന്നത്, എന്തുണ്ടാവാൻ പോകുന്നതൊക്കെ ത്രിലോചൻ ഇങ്ങനെ ദേശത്തിൽ പറയുന്നുണ്ട്. ത്രിലോചന് തീരെ ഇഷ്ടമല്ലല്ലോ അവൾ പഠിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ സ്റ്റഡി റൂമിലേക്ക് പോയി നോക്കുമ്പോഴാവും അവിടെ അങ്ങനെ ഒരു ടീച്ചർ വന്ന് നിൽക്കുന്നുണ്ടാവും. ആള് പുറം തിന്നിട്ടാവും അങ്ങനെ നിൽക്കുന്നുണ്ടാവുക, ആള് ബോർഡും എന്തോ എഴുതാവും. അപ്പോൾ ബോന്ദിത ആളോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്നെ പഠിപ്പിക്കുമ്പോൾ എന്നെ അടിക്കൊന്നുമില്ലല്ലോ എന്നൊക്കെ ആളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആളൊന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ തിരിഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ആളിങ്ങനെ തിരിയാണ്. അപ്പോൾ തിരിയുമ്പോൾ ബോന്ദിത നന്നായിട്ട് ഞെട്ടുന്നുണ്ട്. എല്ലാവരും അവിടെ നിൽക്കണ എല്ലാവരും നന്നായിട്ട് ഞെട്ടുന്നുണ്ട്. അനിരുദ്ധിൻ്റെ അച്ഛനൊക്കെ ഇത് കുറച്ച് നീങ്ങി നിന്നിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് അനിരുദ്ധാവും അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവുക. എന്നിട്ട് അനിരുദ്ധ് പറയാണ്, ഇനി മുതൽ ഞാനാണ് ബോന്ദിത നിന്നെ പഠിപ്പിക്കാൻ പോകുന്നത്, വേറെ ആരുമല്ല എന്ന് പറയുമ്പോൾ അവൾ ആകെ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയണം, ഞാൻ പഠിക്കുമെന്ന് അവൾ സന്തോഷത്തിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ സൗരഭിൻ്റെ വീട് കാണിക്കുന്നുണ്ട്.
അവിടെ സൗരഭിൻ്റെ രണ്ടാനമ്മ മുൻഷിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവളെ ഇവിടെ നിർത്തിയിട്ട് എന്താ കാര്യം, ഇവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുക, എന്നിട്ട് വേറെ മരുമോളിനെ കൊണ്ടുവരാം വീട്ടിലേക്ക്, സൗരഭിനെ വേറെ കെട്ടിക്കാന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സമ്പൂർണ്ണ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ ഇങ്ങനെ അവരോട് ഇങ്ങനെ അപേക്ഷിച്ചിട്ട് പറയുകയാണ്, ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല, ഞാൻ നിങ്ങൾ പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാന്നൊക്കെ അവരുടെ കാല് പിടിക്കണ പോലെ അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ആ രണ്ടാനമ്മ പറയുന്നുണ്ട്, ഇവളിനെ പണിക്ക് പറഞ്ഞാച്ചിട്ട് ആ പൈസ നമുക്ക് എടുക്കാമല്ലോ എന്നൊക്കെ ആ രണ്ടാനമ്മ ആ മുൻഷിയോട് പറയുന്നുണ്ട്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, ബോന്തിത്തെ ഇനി പഠിക്കും, അവൾ നല്ലൊരു വക്കീലാവുക തന്നെ ചെയ്യും, ഇനി അവളാവും ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും വഴി കാട്ടാൻ പോകുന്നത്, ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും വലിയ വലിയ സ്ഥാനം അവൾ തന്നെ ഇവിടെ കൊണ്ടുവരും എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ റിശ്ത തേരാ മേര എന്നുള്ള അതിൻ്റെ ഒരു വേറൊരു വേർഷൻ അവിടെ സോങ് പ്ലേ ആവുന്നുണ്ട്. അത് ഇന്ന് ഞാൻ എന്തായാലും അപ്ലോഡ് ആക്കുന്നതാണ്. കാരണം അതിൻ്റെ ലിറിക്സൊക്കെ വളരെ എന്താ പറയുക ഈ സീനായിട്ട് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ എല്ലാവരും അത് കാണുക. അപ്പോൾ അങ്ങനെ അനിരുദ്ധിൻ്റെ അച്ഛനെ ഇതൊക്കെ കൊണ്ടുപോയിട്ട് സൗദാമിനിയോട് വിളിച്ച് പറയുകയാണ്. അപ്പോൾ സൗദാമിനി പറയുകയാണ്, അച്ഛൻ എന്തായാലും പേടിക്കൊന്നും വേണ്ട, അവന് ഏറ്റവും കൂടുതൽ അവളുടെ ഉത്തരവാദിത്തം നോക്കണമെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വാശി അവനെ നേടുക എന്നുള്ളതാണ്, അതെന്തായാലും നേടിനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഫോൺ വെക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അവിടെ തല കറങ്ങി വീഴണ പോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് കോയിൽ വരുന്നുണ്ട്. അപ്പോൾ കോയിൽ ദീദിന്ന് വിളിച്ചിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട് ആരോടെങ്കിലും പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അനിരുദ്ധ് ബോന്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന് അപ്പുറത്ത് കുറേ പ്ലേറ്റിൽ ഇങ്ങനെ ലഡുമണികൾ പോലത്തെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു പലഹാരങ്ങൾ കൊണ്ടിട്ട് അക്ഷരങ്ങൾ എഴുതിയൊക്കെയാണ്. ഓരോ അക്ഷരങ്ങൾ ഓരോ പ്ലേറ്റിലായിട്ട് ഇങ്ങനെ അവൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവന് ബോന്തിത്തോട് പറയാണ്, ബോന്തിത്ത നീ ഇപ്പോൾ അതിൽ ഓരോ അക്ഷരം പഠിക്കുകയാണെങ്കിൽ അതിൽ ഓരോ പലഹാരം നിനക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അവൾ ചിരിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുകയാണ് അവൻ ചെയ്യുന്നത്. അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് കോലി ഓടി വന്നിട്ട് പറയുക, സൗദാമിനി തലകറങ്ങി വീണെന്ന് പറയുമ്പോൾ അനിരുദ്ധ് അവിടുന്ന് അവളെ നോക്കാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ട്. എന്നിട്ട് അവളുടെ അടുത്തേക്ക് പോയ സമയത്ത് ബിഹാരി വരുന്നുണ്ട്. എന്നിട്ട് ബിഹാരി ബോന്തിതേനെ കൊണ്ട് ഫോൺ വിളിപ്പിക്കുന്നുണ്ട്. ബോന്തയ്ക്ക് ഫോണ് അനിരുദ്ധിനെ വിളിക്കുന്നുണ്ട്, അതായത് സൗദാമിനിയുടെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് സംസാരിക്കുന്നുണ്ട് അവളോട്. അപ്പോൾ അവൾ പറയാണ്, ഇപ്പോഴാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്, എനിക്ക് നന്നായിട്ട് കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അനിരുദ്ധിൻ്റെ ശബ്ദം എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവൾ ആദ്യമായിട്ടാണ് ഈ ടെലിഫോണൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അവൾ യൂസ് ചെയ്തിട്ടുണ്ട്, അവൾ വെറുതെ വർത്താനം പറയല്ലായിരുന്നു, അവൾക്ക് എങ്ങനെ ഇത് വിളിക്കാമെന്നൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ബിഹാരി അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്ങനെയെന്നൊക്കെ. അങ്ങനെ അനിരുദ്ധ് ബോന്തയോട് പറയുന്നുണ്ട്, നീ ഇരുന്ന് പഠിക്കാൻ നോക്ക് ബോന്ത, എഴുതി പഠിക്കും, ഞാൻ വരുമ്പോഴേക്കൊന്ന് അവൻ പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുകയാണ്. അപ്പോൾ സൗദാമിനിക്ക് ഇങ്ങനെ കണ്ണു തുറക്കുന്നുണ്ട് സൗദാമിനി. അപ്പോൾ അവന് അവളുടെ അടുത്ത് ഓടിയിട്ട് അവൾ പറയുന്ന പോലൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പാവട പോലെ അവൻ നിന്ന് കൊടുക്കുന്നുണ്ട്. കാരണം ഡോക്ടർ പറഞ്ഞിട്ടില്ല അവളെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവൾ ഒരു ഡ്രസ്സ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ അത് നിനക്ക് ലണ്ടനിൽ വന്നപ്പോൾ ഇടാൻ വേണ്ടി വെച്ചതാണ്, അപ്പോൾ നീ ഇത് ഇട്ട് എനിക്ക് കാണണം എന്നൊക്കെ പറയുമ്പോൾ അവനത് ഇട്ടിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ടിട്ട്. പിന്നെ ബോന്തേനെ കാണിക്കുന്നുണ്ട്. ബോന്തിത്തെ അവിടെ അങ്ങനെ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴാവും അവിടെ സമ്പൂർണ്ണ വന്നിട്ടുണ്ടാവുക. സമ്പൂർണ്ണ ഇങ്ങനെ തുടയ്ക്കുന്നത് കാണുന്നുണ്ടാവും അവിടെ. അപ്പോൾ ഇവളിത് കണ്ടിട്ട് ഓടുന്നുണ്ട് സമ്പൂർണ്ണയുടെ അടുത്തേക്ക്. എന്നിട്ട് എന്താ ചേച്ചി തുടയ്ക്കണമെന്നൊക്കെ പറയുമ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാണ്, അവളുടെ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറയാണ്, എൻ്റെ കുടുംബജീവിതം ഇപ്പം തന്നെ തകരാൻ പോവാണ് ബോന്തിത്ത എന്നൊക്കെ എല്ലാ സത്യങ്ങളും അവൾ ബോന്തോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയണത് ഒരിക്കലും നിൻ്റെ പതിരാബിനോടൊന്നും പറയാൻ പാടില്ല എന്ന് സമ്പൂർണ്ണ പ്രത്യേകം അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് സമ്പൂർണ്ണ പറയുന്നുണ്ട്, എനിക്കിനി പുഴയെ ചാടിയിട്ട് മരിക്കന്നെ ഒരു മാർഗ്ഗമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ബോന്തിത്ത ആ ബിജ്വാസിയുടെ കാര്യം ആലോചിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും ആൾ പരിഹാരം കാണൂലേ, പിന്നെ ദൈവത്തിനോട് നല്ല അടുത്ത ആളാന്നൊക്കെ ബിഹാരി പറഞ്ഞതൊക്കെ അവൾ ആലോചിക്കുകയാണ്. എന്നിട്ട് ഇവളത് സമ്പൂർണ്ണോട് പറയുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്, അനിരുദ്ധ അവളോട് 50 വട്ടം എഴുതി പഠിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ഓർമ്മ വരികയാണ്. അപ്പോൾ അവൾ ഓടിപ്പോയിട്ട് ടൂക്കിനെ വിളിച്ചിട്ട് അവനെ കൊണ്ട് എഴുതി പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ഇരുന്നിരുന്ന സ്ഥലത്ത് അവൻ ഇരുത്തുകയാണ്. എന്നിട്ടൊരു സാരിയൊക്കെ അവൾ ഇട്ടേക്കുന്ന പോലത്തെ സാരിയൊക്കെ തലയിൽ അവൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധ് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനിടയിൽ ബോന്തയുടെ ഓർമ്മ വരുന്നുണ്ട്. എന്നിട്ട് അവന് ചെന്നിട്ട് ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സാരി ഇട്ടിട്ട് ഇങ്ങനെ ബട്ടൂക്കിനെ അവൾ ഇരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവനെയാണ് കാണുന്നത്. അപ്പോൾ അവൻ ചിരിച്ചിട്ട് ബോന്തയെന്ന് വെച്ചിട്ട് വീണ്ടും സൗദാമിനിയുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. പിന്നെ ബോന്തിത്ത് സമ്പൂർണ്ണം കൂടിയിട്ട് പതുങ്ങിയിട്ട് ഇങ്ങനെ ഒരു 2 കൊട്ടകളുടെ അടിയിലായിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ത്രിലോചൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദം കിട്ടിയിട്ട് അവരവിടെ നിൽക്കുകയാണ്. അപ്പോൾ ത്രിലോചനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ബോന്തിത്ത് ആ നായക്കുട്ടിയുടെ ശബ്ദം എടുക്കുന്നുണ്ട്. കാരണം നായനെ പേടിയാന്ന് അറിയാം അവൾക്ക് ത്രിലോചനെ. അപ്പോൾ അതുകൊണ്ട് എടുക്കുമ്പോൾ തന്നെ ത്രിലോചൻ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ ബിഹാരിയോട് ഇതൊക്കെ ഈ കൊട്ടൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് അവർ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നെ
പിന്നെ ബ്രിജ്വാസിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബ്രിജ്വാസി ആണെങ്കിൽ ആകെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം ആ വിഗ്രഹത്തിൻ്റെ അടിയിൽ ഒരു അറയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ അറയിൽ ഇരുന്നിട്ടാണ് ഒരു കുട്ടിയാണ് ഈ കൃഷ്ണന് ശബ്ദം കൊടുക്കുന്നത്. ഈ വിശ്വാസികളുടെ ഭക്തരുടെ ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ കൊടുക്കുന്നത് ആ കുട്ടി വഴിയാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരനെ വിഡ്ഢികളാക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് വയ്യാതെ ആവുകയാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ മരിക്കാൻ നേരത്ത് ഇങ്ങനെ ആ കുട്ടി പറയുന്നുണ്ട്, അതിൻ്റെ അടിയിൽ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, അതിൻ്റെ അടിയിൽ നല്ല നിറയെ ഉറുമ്പുകളാണ്, നിങ്ങളാണെങ്കിൽ എന്നെ പറ്റിക്കുകയാണ്, എനിക്ക് ഇതുവരെ ഒന്നും കഴിക്കാൻ പോലും തന്നിട്ടില്ല എന്നൊക്കെ ആളോട് പറയുന്നുണ്ട്. അപ്പോൾ ആൾ പറയാണ്, നീ കുറച്ച് നേരം കൂടിയല്ലേ, നീ എനിക്ക് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എല്ലാവരും മുമ്പിൽ നാണം കേടും, എല്ലാവരും മുമ്പിൽ എൻ്റെ കള്ളി വിളിച്ചെത്താവും എന്നൊക്കെ ആ ആൾ ബ്രിജ്വാസി പറയുന്നുണ്ട് ആ കുട്ടിയോട്. പക്ഷെ ആ കുട്ടി അപ്പം തന്നെ മരണത്തിന് കീഴടങ്ങാണ്. അപ്പോൾ ആൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ എവിടുന്ന് ഒരു കുട്ടീനെ കിട്ടുന്ന അല്ല ആ ടെൻഷനിൽ അവിടെ നിൽക്കുമ്പോഴാവും ബോധിട്ട് സമ്പൂർണ്ണം കൂടിയിട്ട് പുറത്ത് നിന്നിട്ട് സംസാരിക്കുന്നതൊക്കെ ആൾ കേൾക്കുന്നത്. അപ്പോൾ സമ്പൂർണ്ണയുടെ ആ പ്രശ്നമൊക്കെ ആൾ പുറത്തുനിന്ന് കേൾക്കാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് അവരുടെ അടുത്തേക്ക് പോയിട്ട് സമ്പൂർണ്ണനെ സഹായിക്കാനും അവളുടെ എല്ലാം മാറ്റി കൊടുക്കും കൃഷ്ണന് ഇവരിനെ സഹായിച്ചാൽ, അതായത് ബ്രിജ്വാസിനെ സഹായിച്ചാൽ എല്ലാം മാറ്റി കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേഗം ആ 5 ആടുകളെ എത്തിച്ചു കൊടുക്കും എന്നൊക്കെ ബ്രിജ്വാസി വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബോന്തിത്ത ആൾ പറയണ പോലെ ആ അറയിൽ ഇറങ്ങിയിരിക്കുന്നുണ്ട്, ശബ്ദം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് ത്രിലോചൻ വരുന്നുണ്ട്. ത്രിലോചനാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല ദൈവവിശ്വാസിയാണ്, ഈ പൂജകളിലും എല്ലാ കാര്യങ്ങളിലൊക്കെ ആൾക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രിലോചൻ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സമ്മാനമായിട്ട് കുറേ നാണയങ്ങളൊക്കെ ഈ ബ്രിജ്വാസിക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിഗ്രഹത്തിന് പാലൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിഗ്രഹത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കണത് എന്താണെന്ന് വെച്ചാൽ ബോന്തിതയുടെ കാര്യമാണ് മെയിനായിട്ട്. ബോന്തിതയുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ടും അവളുടെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കാനും നല്ലൊരു കുടുംബിനിയാക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ത്രിലോചൻ സംസാരിക്കുന്നുണ്ട് ആ വിഗ്രഹത്തോട്. അതിൻ്റെ അടിയിലാണെങ്കിൽ ബോന്തിതയാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടിയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. ഉറുമ്പൊക്കെ കടിച്ചിട്ട് അവൾ ഭയങ്കര ബുദ്ധിമുട്ടിലാവും അതിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ടാവുക. പിന്നെ അഴുതിനെ കാണിക്കുന്നുണ്ട്, സൗദാമിനിനെ കാണിക്കുന്നുണ്ട്. അവർ തമ്മിൽ ഒരുപാട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അവളോട് നല്ല രീതിയിലും അവൾക്ക് വിഷമം വരാത്ത രീതിയിലും അഴുത് സംസാരിക്കുന്നുണ്ട്. പിന്നെ ബോന്തിനെ കാണിക്കുന്നുണ്ട്. ബോന്തിത അങ്ങനെ ഒരു കുഴയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴിയാണ് ആ കൃഷ്ണന് കൊടുക്കുന്ന പാലൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭക്തർക്ക് തോന്നുന്നത് കൃഷ്ണന് പാല് കുടിക്കുന്നുണ്ട്, അവർ കുടിക്കുന്ന പാലൊക്കെ ഈ കുഴലിലൂടെയാണ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ എല്ലാ ഭക്തരും ഇങ്ങനെ പാലൊക്കെ കൊടുത്തതിന് ശേഷം അവിടേക്ക് ബോന്തിതേനെ തുറന്നു വിടുകയാണ് അതാ ബ്രിജ്വാസി. അപ്പോൾ തുറന്നു വിടുമ്പോൾ ബോന്തിക്ക് ശ്വാസമൊന്നും കിട്ടുന്നുണ്ടാവില്ല, ഉറുമ്പൊക്കെ ഒരുപാട് കടിച്ചിട്ടുണ്ടാവും അവളെ. എന്നിട്ട് അവൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, സമ്പൂർണ്ണ ചേച്ചിയുടെ സന്തോഷം തിരിച്ചു കിട്ടണമെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുന്നേ വേണമെന്ന് പറയുമ്പോൾ അവൾ പറയണം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടെന്ന് അവളും ആ ബ്രിജ്വാസിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ഈ ബ്രിജ്വാസി സമ്പൂർണ്ണയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും ഈ ആടുകളെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്നിട്ടാവും ബോന്തിതേനകത്തേക്ക് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിനെയാണ്. അപ്പോൾ അനിരുദ്ധ് ഇങ്ങനെ വീട്ടിലേക്ക് കയറി പോവാണ്. അതായത് എല്ലാ ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അപ്പോഴാവും അവിടേക്ക് ബോന്തിത വരുന്നുണ്ടാവും. അപ്പോൾ ബോന്തിത അവൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവന് നേരെ പോകുന്നത് സ്റ്റഡി റൂമിലേക്കാണ്. എന്നിട്ട് സ്റ്റഡി റൂം തുറക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവനൊരു കോൾ വരികയാണ്. അപ്പോൾ അവന് കോൾ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ബോന്തിത ഓടിപ്പോയിട്ട് ആ സ്റ്റഡി റൂം തുറന്നിട്ട് അവളുടെ ബട്ടൂക്ക് ഇരുന്ന സ്ഥലത്തിരിക്കുന്നുണ്ട്. ആ സാരിയൊക്കെ അവിടുന്ന് മാറ്റി വെക്കുന്നുണ്ട്. അനിരുദ്ധ് ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവളുടെ ആ കോപ്പി ഇങ്ങനെ നോക്കുന്നുണ്ട്, അവൾ എഴുതിയതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സമ്പൂർണ്ണനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ അത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആ ആടുകളിനെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ ഉള്ളവരെല്ലാവരും സന്തോഷിക്കുകയാണ്. മുൻഷിക്കൊക്കെ സന്തോഷം സഹിക്കാനേ പറ്റില്ല, അങ്ങനെ ചിരിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ആൾ. അപ്പോൾ സൗരഭാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ രണ്ടാനമ്മയാണെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്ര കുറേ ആടുകളെ മേടിക്കാനുള്ള പൈസ കിട്ടിയെന്ന് ആലോചിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധിനെ തന്നെയാണ് കാണിക്കുന്നത്. അനിരുദ്ധ് എല്ലാവരെയും വിളിച്ച് വരുത്താണ് ഹാളിലേക്ക്. എന്നിട്ട് പറയാണ്, ബോന്തിത 50 വട്ടം ഫുൾ എഴുതി പഠിച്ചു, അവൾ നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബോന്തിതനെ നന്നായിട്ട് പൊക്കി പറയുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട് ശബാഷ് ബോന്തിത എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ നന്നായിട്ട് സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. എന്നെങ്കിലും അവൾക്ക് അധികം സന്തോഷിക്കാനൊന്നും പറ്റുന്നില്ല, കാരണം അവൾ അത് ബട്ടൂക്കിനെ കൊണ്ടല്ല ചെയ്യിച്ചേക്കുന്നത്. അപ്പോൾ ത്രിലോചൻ പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു നല്ല മരുമോളാണ് ഇവള് ഇനിയിപ്പോൾ നല്ല കുടുംബിനിയാവും എന്നൊക്കെ ഞാൻ ബ്രിജ്വാസിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അനിരുദ്ധ ചോദിക്കുകയാണ് ത്രിലോചനോട്, നിങ്ങൾ ബ്രിജ്വാസിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ത്രിലോചൻ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ പറയാണ്, ആള് വിഡ്ഢിയാക്കുകയാണ് എല്ലാവരുടെയും ചെയ്യുന്നത്, ആള് ശരിക്കും എന്താ പറയുക ഭക്തരനൊക്കെ വെറും പൊട്ടന്മാരാക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങളൊക്കെ ആളുടെ അടുത്തേക്ക് പോകാൻ എന്താ പൊട്ടന്മാരാണോ, നിങ്ങളൊക്കെ വിഡ്ഢികളാണോ എന്നിങ്ങനെ അനിരുദ്ധ അവരോട് ചോദിക്കുകയാണ്.
ചോദിക്കുകയാണ്. അപ്പോൾ ബോന്തിത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്കറിയോ ആ വിഗ്രഹം ആളുടെ പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുമെന്ന് ബോന്തിത്ത് അവിടെ നിന്നിട്ട് പറയുകയാണ്. അപ്പോൾ ബോന്തിത്തയുടെ നേർക്ക് തിരിഞ്ഞിട്ട് അനിരുദ്ധ ചോദിക്കുകയാണ്, അപ്പോൾ നീ പോയിട്ടുണ്ടായിരുന്നോ ആളുടെ അടുത്തേക്ക്, നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാതെ നിൽക്കണം. എന്നിട്ട് അവൾ പറയുകയാണ്, ഞാൻ ഇപ്പോൾ പിടിക്കപ്പെടുമല്ലോ, ഞാനിപ്പോൾ എന്താ പറയുക എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഞാനിതിൽ ഒരുപാട് ഫാസ്റ്റായിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നത്. 83 എപ്പിസോഡ് മുതൽ 90 എപ്പിസോഡ് വരെ ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഇടണയിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് പറയുക. പിന്നെ ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഇതിലെല്ലാം മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.